ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇൻകം ഫ്രം സാലറി പഠിച്ചിരുന്നു. അതിൽ റിട്ടയർമെൻറ്റായി ബന്ധപ്പെട്ട് അതായത് ഗ്രാറ്റുവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി പറയുന്നത് ഞാൻ ജസ്റ്റ് നമ്മുടെ തിയറി മാത്രമേ പറയുന്നുള്ളൂ, പ്രോബ്ലത്തിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു തവണയും കൂടി ക്ലാസ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ടാക്സ് പഠിക്കാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ PDF ഇടുന്നുണ്ട്, PDF വായിച്ച് നോക്കുകയും ചെയ്യുക. ടാക്സ് പഠിക്കാത്തവരുണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 2019 നടന്ന എക്സാമിൻ്റെ 2016 നടന്നിട്ട് 2019 അതിൻ്റെ ലിസ്റ്റ് വന്നത്. അതിൽ 600 സംതിങ് ആൾക്കാർ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 155ഓളം പേർക്കാണ് നിയമനം ലഭിച്ചത്. അപ്പോൾ എല്ലാവരും അത്ര നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിട്ടയർമെൻറ്റ്, ഇൻകം ഫ്രം സാലറിയിലെ റിട്ടയർമെൻറ്റും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റ് അതായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ നോക്കാം. When an employee retires from service or leaves a job and joins the other, or he is retrenched, he receives some special payment from the employer. ഏതൊക്കെയാണ് എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന സ്പെഷ്യൽ പേയ്മെൻറ്റ്സ് എന്ന് നോക്കി. ഗ്രാറ്റുവിറ്റി, pension and commuted value of pension, earned leave salary, compensation on retrenchment, compensation on voluntary retirement amount from provident fund. provident fund കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, 4 ടൈപ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ഗ്രാറ്റുവിറ്റി ആണ് കൂടുതലായിട്ട് നമുക്ക് നോക്കേണ്ടത്. The aforesaid receipts are treated as income from salary. However, they are exempt up to specified limits. ഇതൊക്കെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ്സ് വരെ എക്സംപ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്രാറ്റുവിറ്റി ആണ്. For exemption of death cum retirement gratuity, employees have been classified into 3 categories. 3 categories ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്രാറ്റുവിറ്റിയുടെ സെക്ഷൻ ഏതാണ്? 10 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗവൺമെൻറ് എംപ്ലോയീസ് വരുന്നുണ്ട്. പിന്നെയോ എംപ്ലോയീസ് ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ നോൺ ഗവൺമെൻറ് വരുന്നുണ്ട്. നോൺ ഗവൺമെൻറ് വരുന്നുണ്ട്. പിന്നെയുള്ളത് in the case of non-government employee not covered by the payment of gratuity act. ഇങ്ങനെ 3 ആയിട്ടാണ് ഗ്രാറ്റുവിറ്റിയിൽ നമ്മൾ പറയുന്നത്, 3 കാറ്റഗറീസ് ആയിട്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം എത്രയാണ് ഗ്രാറ്റുവിറ്റി, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനത്തെ പ്രോബ്ലത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞു തരേണ്ട വരും, ഒരു പ്രോബ്ലം പറഞ്ഞു തരേണ്ട വരും. അപ്പോൾ തന്നെ വലിയ പ്രോബ്ലം ആകുമ്പോൾ കുറേ ടൈം നമുക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് എന്താണോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ പഠിക്കാം. ഗവൺമെൻറ് എംപ്ലോയീസ് ഗ്രാറ്റുവിറ്റിയുടെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 10 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ, സബ്സെക്ഷൻ 10. ദെൻ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ ഇനി ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഓൾ കാറ്റഗറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് or employees of a local authority is exempt from income tax in full. ഫുള്ളി എക്സംപ്റ്റ് ആണ് എന്നുള്ളതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഈവൺ ഇഫ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഹി ടേക്സ് അപ്പ് ആൻ അപ്പോയിൻമെൻറ്റ് ഇൻ എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ദ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഹിം ഫ്രം ദ ഗവൺമെൻറ് വിൽ ബി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത് ടാക്സ് എക്സംപ്റ്റ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി പറയുന്നത് നോൺ ഗവൺമെൻറ് എംപ്ലോയി കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. നോൺ ഗവൺമെൻറ് എംപ്ലോയി അതിൽ എംപ്ലോയി കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പറയുന്നുണ്ട്. The payment of gratuity act apply to those employees who are working in any establishment, factory, mine, oil field, railway or shop to do any skilled, semi-skilled, etc. Whether or not such person is employed in a managerial or administrative capacity but does not include employee of the central government. അതായത് employee covered by the payment of gratuity actൽ വരുന്നത് ആരൊക്കെ ആവരുത്? ഡസ് നോട്ട് ഇൻക്ലൂഡ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആവരുത്. പിന്നെയോ എംപ്ലോയി ഗവേൺഡ് ബൈ എനി അതർ ആക്ട് ഓർ എനി അതർ റൂൾസ് ഇൻ ദിസ് റെസ്പെക്റ്റ്. ഇതിലുള്ള ഏതെങ്കിലും ആക്റ്റോ റൂൾസോ അതിൻ്റെ ഇതിലൊന്നും ആവാൻ പാടില്ല.
The Payment of Gratuity Act applied to a concern in which 10 or more employees are employed on any day of preceding term. 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു കൺസേൺ ആയിരിക്കണം. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്തിനെ പറ്റിയിട്ടാണ്? ആദ്യം പഠിച്ചത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യമായിരുന്നു. അത് ഫുള്ളി എക്സെംപ്റ്റ് ആണ് പഠിച്ചു. പിന്നെ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് പഠിച്ചത്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് എംപ്ലോയീസ് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇനി മൂന്നാമത്തേതാണ് നോൺ ഗവൺമെൻറ് എംപ്ലോയി നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഗ്രാറ്റുവിറ്റി ആക്ട് എന്നാണ് 1972. അതും മറന്നുപോകരുത്. Okay, any gratuity received by him on his retirement or on his becoming incapacitated prior to such retirement or on termination of his employment or any gratuity received by his widow, children, dependents on his death is exempt up to the least of the following amount. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഫോളോയിങ്ങിൽ ലീസ്റ്റ് ആയിട്ട് ഉള്ളത് എന്താണോ അതാണ് എടുക്കേണ്ടത്. ഒന്നാമത്തേത് 1/2 മന്ത് ആവറേജ് സാലറി. മന്ത് ഇഗ്നോർ ചെയ്യും നമ്മൾ, കുറച്ചുള്ളെങ്കിൽ കേട്ടോ. ഇത് 1/2 മന്ത് ആവറേജ് സാലറി ഫോർ ഈച്ച് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ്, അല്ലെങ്കിൽ 10 lakh, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇതിലേതാണോ ഏറ്റവും കുറവ്, ലീസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ പറയാനുള്ളത്. പ്രോബ്ലത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഗ്രാറ്റുവിറ്റി വരുന്നത് 10 സബ്സെക്ഷൻ 10 ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ബേസിസ് ഓഫ് ചാർജ്. ഓക്കെ, under the head income from house property, the basis of charge is annual valued property. Basis of charge ഏതാണ്? ആനുവൽ വാല്യൂ ആണ്. ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ആണ് ബേസിസ് ഓഫ് ചാർജ് ആവുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെൻറ്റ്. ബിൽഡിംഗ് ആവാം, ലാൻഡ് അപ്പാർട്ട്മെൻറ്റ് ആവാം. പിന്നെയോ ഓഫ് വിച്ച് ദ അസസി ഈസ് ദ ഓണർ. അസസി ഓണർ ആയിരിക്കണം. ആൻഡ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് അസസി ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരിക്കരുത്. അപ്പോൾ ബിൽഡിംഗ് ആവാം, ലാൻഡ് അപ്പാർട്ട്മെൻറ്റ് ആവാം, അസസി ആയിരിക്കും ഓണർ. പിന്നെയോ അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി യൂസ് ചെയ്യുന്നത് ആയിരിക്കരുത്. ഇത് സെക്ഷൻ 22 പറയുന്നത്. ഇതും ഓർത്ത് വയ്ക്കുക. ഇനിയുള്ളത് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ആണ്. പോയിൻറ്റ്സ് ആയിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇൻകം ഈസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂവിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഇൻകം ചാർജ് ചെയ്യേണ്ടത്. പിന്നെ റെൻറ്റ് ഫ്രം വേക്കൻറ്റ് പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് അസസബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ശ്രദ്ധിക്കുക, വേക്കൻറ്റ് പ്ലോട്ടായി കിടക്കുന്ന ഒരു ലാൻഡിൻ്റെ റെൻ്റ് ആണെങ്കിൽ അതെവിടെ പോകണം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലല്ല പോകേണ്ടത്, ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് പോകേണ്ടത്. പിന്നെ സബ്ലെറ്റിംഗ് ഉണ്ടെങ്കിൽ അതും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. പിന്നെ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ. ഗസ്റ്റ് വരുന്നത് എവിടെയാ? ബിസിനസ്സായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കണം അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ വരുന്നത്. ദെൻ ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് എബ്രോഡ്. പുറത്തുള്ള ഹൗസ് പ്രോപ്പർട്ടി, അതിൻ്റെ ഇൻകം വരുന്നത് ഇൻകം ഈസ് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ് ഇഫ് ദ ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നെ ചാർജ് ചെയ്യുക. അപ്പോൾ റെസിഡൻറ്റ് എന്താണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് പഠിക്കാനില്ല, എന്നാലും അറിഞ്ഞിരിക്കുക കേട്ടോ. നമുക്കത് എന്തെങ്കിലും അടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ അത് ചെയ്യാം. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അത് ചോദിക്കാറുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഡിസ്പ്യൂട്ടഡ് ഓണർഷിപ്പ്. If the title of ownership is disputed in a court of law, the chargeable in the hands of recipient of income. എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ആരാണോ അതിൻ്റെ ഇൻകത്തിൻ്റെ റെസിപ്പിയൻറ്റ് അയാളുടെ ഇതിലേക്ക് ആയിരിക്കണം ചാർജ് ചെയ്യുന്നത്. ദെൻ പ്രോപ്പർട്ടി ഓൺഡ് ബൈ co-owners ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ if respective shares of co-owners are definite and ascertainable, income is chargeable individually and not as AOP. ഇൻഡിവിജ്വലി ആണത് ചാർജ് ചെയ്യേണ്ടത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിട്ടല്ല. co-owner ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷെയർ എത്രയാണോ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ട് ഏതിലാണ് ഇൻഡിവിജ്വലി ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ
ഹൗസ് പ്രോപ്പർട്ടിയായി ബന്ധപ്പെടുത്തി ഇപ്പോൾ റെൻറ്റ് ഫ്രം വേക്കൻറ്റ് പ്ലോട്ട് ഏതിൽ ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി എന്ന് എഴുതരുത്, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് എഴുതുക. ഇനി GAV കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് GAV, ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അതിൽ A or B വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. എ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻ്റ് ആണോ അതോ ആക്ച്വൽ റെൻ്റ് ആണോ കൂടുതൽ, എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഗ്രേറ്റർ, അതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം അങ്ങനെ പഠിക്കാം കേട്ടോ. എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഗ്രേറ്റർ, അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. ഇനി ഇവിടെ നോക്കി എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് വെച്ചാൽ എന്താ നോക്കി, മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് മോർ ബട്ട് നോട്ട് മോർ ദാൻ സ്റ്റാൻഡേർഡ് റെൻറ്റ്. മുനിസിപ്പൽ വാല്യൂ അത് മോറാണ്, പക്ഷേ നോട്ട് മോർ ദാൻ സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഏതെടുക്കും, അത് എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കും. പിന്നെ ഈ എക്സ്പെക്റ്റഡ് റെൻറ്റ് കാണുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരെണ്ണം സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫിക്സഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കുക, പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫിക്സഡ് ആണെങ്കിൽ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കുക. ഈ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് റെൻറ്റ് കൺട്രോൾ ആക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന റെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റെൻറ്റ് കൺട്രോൾ ആക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന റെൻറ്റിനെയാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റിൽ ഒന്നാമത്തെ കേസ് സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫിക്സഡ് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് മുനിസിപ്പൽ വാല്യൂ, അതായത് ആ ലോക്കൽ അതോറിറ്റിയിൽ മുനിസിപ്പൽ വാല്യൂ എങ്ങനെയാണ് ആ ഹൗസിൻ്റെ, അല്ലെങ്കിൽ ഫെയർ റെൻറ്റ് എങ്ങനെയാണ് ആ സെയിം ലൊക്കാലിറ്റിയിലുള്ള സിമിലർ പ്രോപ്പർട്ടീൻ്റെ റെൻറ്റ് എങ്ങനെയാണ്, അതിലേതാണോ കൂടുതൽ അത് നമുക്ക് എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ MRV എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റെൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ FRV എന്ന് പറയും, ഫെയർ റെൻറ്റ് വാല്യൂ. MRV ഓർ FRV വിച്ച് എവർ ഈസ് ഗ്രേറ്റർ, അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കുന്നത്. ഇനി വേറൊരു കേസിൽ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുക, MRV അല്ലെങ്കിൽ FRV വിച്ച് എവർ ഈസ് ഗ്രേറ്റർ, അതിലേതാ ഗ്രേറ്റർ എന്ന് നോക്കുക. പിന്നെ രണ്ടാമതായിട്ട് സ്റ്റാൻഡേർഡ് റെൻറ്റും നോക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ MRV ആണോ FRV ആണോ ഗ്രേറ്റർ, അതും ഈ സ്റ്റാൻഡേർഡ് റെൻറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ കുറവ് അത് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ്പെക്റ്റഡ് റെൻ്റായിട്ട് എടുക്കാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കാട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കേട്ടിട്ട് ലെക്ചർ നോട്ട് എന്ന രീതിയിൽ എഴുതിയെടുക്കാം. ഈ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഒരിക്കലും സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടുതലാവാൻ പാടില്ല കേട്ടോ, അതും ഓർത്ത് വയ്ക്കുക. സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കുറവാവാം, പക്ഷേ കൂടുതലാവാൻ പാടില്ല എന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചു. ഇനിയോ ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ. അടുത്തത് ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ലോക്കൽ ടാക്സ് പെയ്ഡ് ബൈ, ലോക്കൽ ടാക്സ് ഉണ്ടല്ലോ അത് കുറയ്ക്കുക, പിന്നെയോ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ. ഇത് പ്രോബ്ലം ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ടാക്സ് പഠിച്ചതായതുകൊണ്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ്പെക്റ്റഡ് റെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ ഇതിലില്ല കേട്ടോ, അത് ശരിയല്ലോ, എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ ഇതിലില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണണം, ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് ലോക്കൽ ടാക്സും അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആനുവൽ വാല്യൂ കിട്ടും. ഇനി ആനുവൽ വാല്യൂ എന്നുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, 30% ഓഫ് ആനുവൽ വാല്യൂ, 30% ഓഫ് ആനുവൽ വാല്യൂ. Then interest on loan taken to purchase, construct, repair or renovate of the house. And ലോണിൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ. പിന്നെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് ആണെങ്കിൽ ആനുവൽ വാല്യൂ നില്ലായിരിക്കും, അതും ഓർത്ത് വയ്ക്കുക. നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്ത ഹൗസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്.
ഡീംഡ് ഓണേഴ്സ്. ആരാണ് ഡീംഡ് ഓണർ എന്ന് പറയുന്നത്? The following are deemed to be owners of the property. An individual who transfers any house property to his or her spouse without adequate consideration. സ്പൗസിന് വേണ്ടി സ്പൗസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ഒരു കൺസിഡറേഷൻ, അതായത് പൈസയൊന്നും വാങ്ങാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിലോ ഓർ ടു എ മൈനർ ചൈൽഡ് നോട്ട് ബീയിങ് എ മാരീഡ് ഡോക്ടർ, ഒരു മൈനർ ചൈൽഡിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതൊക്കെ ഒരു ഡീംഡ് ഓണർ ആയിട്ടാണ് കണക്കാക്കുന്നത്. Then the holder of an impartible estate is deemed to be the owner of all the property comprised in the estate. Impartible estateന്റെ ഹോൾഡർ അദ്ദേഹവും ഡീംഡ് ഓണർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കമ്പനി ഓർ AOP to whom a building or its part is allotted or leased under a house building scheme of the society. ഇപ്പോൾ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ അസോസിയേഷൻ്റെയോ സ്കീം മുഖേന ലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെമ്പറിന്, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മെമ്പർ എന്താവും? ഡീംഡ് ടു ബി ദ ഓണർ ആവും. അടുത്ത പോയിന്റ്, എ പേഴ്സൺ ഹൂ ഈസ് അലൗഡ് ടു റീറ്റെയിൻ പൊസിഷൻ ഓഫ് എനി ബിൽഡിംഗ് ഇൻ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ദ നേച്ചർ റെഫേർഡ് ടു ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഇനി എന്താണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്? ഓരോ ടേംസ് ആയിട്ട് പറയുന്നതാട്ടോ. ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഷാൾ ഡീംഡ് ടു ബി. ഏതൊക്കെ ആയിരിക്കാം? ഒന്നാമത്തത്, ദ സം ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ബി ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റെൻ്റ് ഉണ്ടല്ലോ, പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന സമ്മ്, അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത് എന്താ പറയുന്നത്? വെർ ദ പ്രോപ്പർട്ടി ഓർ എനി പാർട്ട് ഓഫ് പ്രോപ്പർട്ടി ഈസ് ലെറ്റ്, ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടോ ലെറ്റ് ചെയ്തു, ആൻഡ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ ദ ഓണർ ഈസ് ഇൻ ദ എക്സസ് ഓഫ് സം റെഫർ ടു എ. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും കൂടുതലാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ആ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്താണ്? പ്രോപ്പർട്ടി ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ലെൻഡ് ചെയ്തു, എന്നിട്ടത് വേക്കൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? സച്ച് വേക്കൻസി ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ ദ ഓണർ ഇൻ റെസ്പെക്ട് ദെയറോഫ് ഈസ് ലെസ് ദാൻ ദ സം റെഫേർഡ് ടു ഇൻ എ. ഇവിടെ സം കുറവാണെങ്കിൽ. ഇങ്ങനെ 3 കേസുകളാണ് ആനുവൽ റെൻറ്റിൻ്റെ കേസിൽ പറയുന്നത്. ഇതൊന്നും കൂടി പറഞ്ഞു തരാം. ആനുവൽ വാല്യൂ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്നത്, ഒന്നാമത്തേത് നോക്കാം, എക്സ്പെക്റ്റഡ് റെൻ്റ് എന്ന് ആലോചിക്കുക. എ എന്താണ്? എക്സ്പെക്റ്റഡ് റെൻറ്റ് അല്ലേ. ബി എന്ന് പറയുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് എ എന്നാലോചിക്കുക. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് എ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് എക്സ്പെക്റ്റഡ് റെൻ്റാണ് ബി എന്ന പോയിന്റിൽ പറയുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കണം കേട്ടോ. ഇത് ഫുൾ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുകയാണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് എന്താണ്? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഈസ് ലെസ് ദാൻ. എക്സ്പെക്റ്റഡ് റെൻറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ റെൻറ്റ് GAV ആയിട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, ഈ 3 കാര്യം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് എക്സ്പെക്റ്റഡ് റെൻറ്റ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ റെൻറ്റ് GAV ആയിട്ട് എടുക്കുന്നു. ഇത്രയാണ് ഡെഫിനിഷൻ ഓഫ് ആനുവൽ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇനി സ്റ്റാൻഡേർഡ് റെൻറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ്? റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ കീഴിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന റെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് ആണ് ഫിക്സ് ചെയ്യുന്നത് അല്ലേ. ഇനി ആക്ച്വൽ റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെനൻറ്റ് കളക്ട് ചെയ്യുന്ന റെൻറ്റ്, അതിനെയാണ് നമ്മൾ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്. ദ ഓണർ മേ എഗ്രി ടു പ്രൊവൈഡ് സം അതർ ഫെസിലിറ്റി ടു ദ ടെനൻറ്റ് ലൈക്ക് വാട്ടർ പമ്പ്, ഇലക്ട്രിസിറ്റി, ലിഫ്റ്റ്, ഗാർഡനർ, പാർക്കിംഗ് ഫെസിലിറ്റി എക്സെട്ര. അങ്ങനെയുള്ള കുറേ ഫെസിലിറ്റീസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും? ഓണർ വാടകക്കാർക്ക് അല്ലേ, ടെനൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെനൻറ്റ് കൊടുക്കേണ്ട റെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി ഫാക്ടോ റെൻറ്റ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് റെൻറ്റ് കളക്റ്റഡ് ഫ്രം ദ ടെനൻറ്റ്. ഇവിടെ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് ആർ നോട്ട് ഡിഡക്റ്റബിൾ ഫ്രം ദ റെൻറ്റ് റിസീവ്ഡ്. എന്തെങ്കിലും ഒരു എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെൻറ്റ് റിസീവ്ഡിൽ നിന്ന് കുറയ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്താണ്, ആനുവൽ വാല്യൂ ഇത് വായിച്ചിട്ട് മനസ്സിലായാലേ ഞാൻ പറയുന്ന രീതിയിൽ എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, AV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. പ്രോബ്ലത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ട്. അത് നോക്കാം. അതിന് മുമ്പ് ITR ഉണ്ടല്ലോ, ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്. അത് നമുക്ക് ആദ്യം ഞാൻ അടുത്ത ദിവസം തന്നെ ക്ലാസ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഇത് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതെന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ക്ലാസ് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.